ബന്ധുനിയമന വിവാദത്തിൽ സ്വന്തം വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന മറുപടിയുമായി മന്ത്രി കെ ടി ജലീൽ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ തീരുമാനം മറികടന്നാണ് നിയമനം നൽകിയതെന്ന് നിയമസഭയിൽ ജലീൽ മറുപടി നൽകിയിരിക്കുന്നു. മുൻ എം.ഡി. ഫൈസൽ മുനീറിന്റെ ഡെപ്യൂട്ടേഷൻ നീട്ടാൻ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നുവെന്ന് ജലീൽ നിയമസഭയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. യോഗ്യതയുള്ള ആളെ കിട്ടാത്തതിനാലാണ് കെ ടി അദീബിനെ നിയമിച്ചതെന്നാണ് ജലീൽ നേരത്തെ പറഞ്ഞിരുന്നത്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, നേരത്തെ കെ ടി ജലീൽ വ്യക്തമാക്കിയതിനെല്ലാം വിരുദ്ധമായ കാര്യങ്ങളാണോ ഇപ്പോൾ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം പറയുന്നത്? സായി കുമാർ, ഈ ബന്ധു നിയമനത്തെ ന്യായീകരിച്ചുകൊണ്ട് കെ ടി ജലീൽ നിരന്തരമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്ന കാര്യം യോഗ്യരായ ആളുകളെ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് യോഗ്യതയിൽ മാറ്റം വരുത്തി തൻ്റെ ബന്ധുവിനെ നിയമിച്ചിരുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് മണ്ണാർക്കാട് എം.എൽ.എ. എൻ ഷംസുദ്ദീന് നൽകിയ മറുപടിയിൽ പറയുന്നത് ഈ ഫൈസൽ മുനീർ എന്ന നേരത്തെയുള്ള ജനറൽ മാനേജറുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടാൻ തീരുമാനിച്ചിരുന്നു എന്നും 2016 മെയ് 21 കോർപ്പറേഷൻ യോഗം ചേരുകയും ഈ യോഗത്തിൻ്റെ മിനിറ്റ്സും മന്ത്രി തന്നെ എം.എൽ.എക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് നേരത്തെ വനിതാ വികസന കോർപ്പറേഷൻ്റെ റീജിയണൽ മാനേജറായിരുന്ന ഫൈസൽ മുനീറിൻ്റെ പ്രവർത്തനം സംതൃപ്തമാണ്, ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇത് മറികടന്നുകൊണ്ടാണ് മന്ത്രിയുടെ ബന്ധുവിന് നിയമനം നൽകിയിരിക്കുന്നത്. ഇതിന് യോഗ്യതയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യമായി എൻ ഷംസുദ്ദീൻ എം.എൽ.എ. ചോദിച്ചത് എന്ത് സാഹചര്യത്തിലാണ് ഫൈസൽ മുനീറിൻ്റെ ഈ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടണം എന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടും ഇത് മറികടന്നുകൊണ്ട് മറ്റൊരു നിയമനം നടത്തിയത് എന്നാണ്. ഇതിന് നൽകുന്ന മറുപടിയിൽ പറയുന്നത് ഈ കാര്യം, അതായത് ഈ ഫൈസൽ മുനീറിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ എന്ത് കാരണം കൊണ്ടാണ് മാറ്റിയത് എന്ന് പറയുന്നില്ല എന്നൊരു കാരണമാണ് പറയുന്നത്. അതായത് മന്ത്രി ഇത്രയും കാലം പറഞ്ഞതെല്ലാം തന്നെ തെറ്റാണ് എന്ന് നിയമസഭയിൽ കെ ടി ജലീൽ തന്നെ പറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.